ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. റംസാൻ ഫസ്റ്റ് ഡേ ആണ്. അപ്പം അതിൻ്റേതായ ഹാപ്പി എന്തായാലും ഉണ്ടാവുമല്ലോ. റംസാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി തന്നെ അല്ലേ. റംസാൻ ഡേ ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ പിന്നെ 8:45 9 മണിയൊക്കെ ആയിട്ടുണ്ടായിന്. ഞാൻ സിയാദ്ഖാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ അവിടെ തന്നെ നോമ്പ് തുറന്ന് വരാമെന്ന് വിചാരിച്ച് പിന്നെ മോൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു. അവൾക്കെല്ലാം നോമ്പില്ലാണ്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും നോമ്പുണ്ട്. കുട്ടികളൊക്കെ ബാക്കി അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നോമ്പുണ്ട്. പിന്നെ അനിയൻ്റെ മക്കളൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ടായിന്. അനിയൻ്റെ ഭാര്യ അനിയനൊക്കെ പോയിട്ടുണ്ടായിന്. മക്കളൊക്കെ അവിടെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ മോള് ഈ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടാക്കുന്നുണ്ടായി. ഞാൻ അങ്ങനെയെങ്കിൽ ഈത്തപ്പഴമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കും. ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ടോ. ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക്. പിന്നെ വർക്കിംഗ് ഏരിയയിലോട്ടേക്ക് പോയി. അപ്പം പിന്നെ ഒന്നും ഒച്ചപ്പാടൊന്നും ഇല്ലല്ലോ, രാവിലെ ഫുഡിനൊന്നും ഓടണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ സൈലൻ്റാണ്. പിന്നെ വാഷിംഗ് മെഷീൻ വർക്കാകുന്നുണ്ട്, അതിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് ഏട്ടൻ്റെ ഭാര്യ. പിന്നെ പെങ്ങൾ മുറ്റമൊക്കെ അടിച്ചു വരുന്നുണ്ട്. അങ്ങനെ ആ ജോലിയൊക്കെ അങ്ങനെ ചെറുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് എന്താണ് സംഭവം, മക്കളൊക്കെ എണീറ്റോ എന്നൊക്കെ നോക്കാം. ഞാൻ നേരിട്ട് ഇവിടെ കിച്ചണിലോട്ടേക്ക് വന്നതാണ് മോൾക്ക് പാൽ അയച്ച് കൊടുക്കാൻ. അപ്പം റൂമിലോട്ടേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ ഉറക്കമാണ്. പിന്നെ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നോമ്പിൻ്റെ സമയമാകുമ്പോൾ ഇപ്പം ഇങ്ങനെയാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് എണീറ്റിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നോമ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓടിച്ചാടി കളിക്കേണ്ട ഓവറായിട്ട്. പിന്നെ കുറച്ചിനെ ക്ഷീണോ ഇതൊക്കെ പറഞ്ഞ് വരുമല്ലോ, അതുകൊണ്ട് മുറ്റത്തൊന്നും ഇറങ്ങി കളിക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ മോൾക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമല്ല. അല്ലാണ്ട് മുടിയൊക്കെ പിരിച്ചിട്ടിട്ട് ഈ ചൂട്ടിനെ നടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു സമാധാനക്കേടാണ്. അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ ചെറുതായി കളിക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുഴൽ കിണറിൽ വെള്ളം ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പം ആ വേസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് കളയുന്നത്, ആ സമയത്ത് അവിടെയൊക്കെ ഒന്ന് കഴുകും. പിന്നെ ഇത് ഫിൽറ്റർ ചെയ്താൽ നല്ലതാണ്. പിന്നെ മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കുമ്പം അങ്ങനെ അല്ലെങ്കിൽ ഇത് കറകെട്ടുന്ന പോലെ ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറുതായിട്ട് ജോലി തുടങ്ങി കേട്ടോ. പിന്നെ എന്താ പറയുക, പഴം പുഴുങ്ങുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ആക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനിങ്ങോട്ട് വന്നു. പിന്നെ ഒന്ന് അടിച്ചു വാരൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വരാം. പിന്നെ അത് കഴിഞ്ഞ് ഓരോരോ ഡ്യൂട്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ചെറുതായി ചെറുതായി അങ്ങനെ തുടങ്ങി കേട്ടോ. പിന്നെ ഇതാ മുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, കറി വെക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പെങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പഴം പുഴുങ്ങുന്നുണ്ട് നമ്മളെ ഉന്നക്കായ്ക്ക്. പിന്നെ അത് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ തന്നെയാണല്ലോ, റംസാൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റമാണല്ലോ. പിന്നെ നമ്മുടെ തേങ്ങപ്പണ്ടൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് സാധാരണ ഉന്നക്കായിൽ മുട്ടപ്പണ്ടല്ലേ, അതാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ കുറച്ച് ഇതാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് മുട്ടപ്പണ്ടം കൂടി ഉണ്ടാക്കാമെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മുട്ടപ്പണ്ടം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. അരക്കെ ചോദിച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടുക, എന്നിട്ട് മുട്ട ഒന്ന് നമ്മൾ ഇതാക്കിയിട്ടുണ്ടാവുമല്ലോ, പഞ്ചസാരയും കൂടി മിക്സ് ആക്കി വെച്ചത്, അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിന്നിട്ടോ. അപ്പോൾ തേങ്ങയിട്ട് ഫില്ലിങ് ആക്കി, മുട്ടയിട്ട് ഫില്ലിങ് ആക്കി, അങ്ങനെ രണ്ട് വിധത്തിലാണ് നമ്മൾ ഉന്നക്കായി ആക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് മത്സരിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറച്ച് ഉറങ്ങാം. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിന്. ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കിടന്നെണീറ്റ് അപ്പോൾ മോൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്ത് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങനെ കുളിച്ചിട്ടാണ് ഉറക്കിയത്. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. ചിക്കൻ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമായി ഏകദേശം. അപ്പോൾ തന്നെ ഫ്രൂട്ട് സലാഡ് പിന്നെ ഇവിടെ നോമ്പ് ആണെങ്കിലും നോമ്പല്ലെങ്കിലും നിർബന്ധം തന്നെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമൂസക്കാണ് നമ്മൾ ചിക്കൻ മസാല ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതാക്കുന്നുണ്ട്. പിന്നെ മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് അങ്ങനെയാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കുമ്പോൾ. പിന്നെ അങ്ങനെ അനിയൻ്റെ ഭാര്യയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിന് കേട്ടോ. നോമ്പ് മുറിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇവൾ ഇതുപോലെ മുട്ട സമൂസയൊക്കെ ആക്കിയിട്ടാണ് വന്നിട്ടുണ്ടായത്.
അപ്പോൾ ഞങ്ങൾ ചിക്കൻ സമൂസ ഉണ്ടാക്കി. അപ്പോൾ അവൾ മുട്ട സമൂസയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ അതും ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ ഫ്രൈ ആക്കാണ്ട് റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ അവക്കാഡോൻ്റെ ഷേക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഒറോട്ടി പിന്നെ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ കിച്ചൺ ഏരിയയിൽ തന്നെ നമുക്കിങ്ങനെ ഇരുന്ന് നോമ്പ് മുറിക്കാനും തന്നെയാണ് ഇഷ്ടം. നമ്മൾ അകത്ത് അങ്ങനെ പോയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അവിടെ ഒന്നും ഇതാക്കലില്ല. എല്ലാവരും ആണുങ്ങളായാലും എല്ലാവരും ഇവിടെ തന്നെ വന്നിരിക്കും കേട്ടോ. അവരവരുടെ വീടാണല്ലോ. അപ്പം പിന്നെ അത് അവർക്ക് വിഷയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എക്സ്ട്രാ നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റാക്കി ജ്യൂസ് പിന്നെ ചായയൊക്കെ ഉമ്മ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ എല്ലാം കൂടി ആയി ഒന്ന് സെറ്റാക്കി അങ്ങനെ ബാങ്ക് കൊടുത്തു. അങ്ങനെ നോമ്പ് മുറിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ നോമ്പ് മുറിക്കുകയാണ്. അപ്പം നല്ല ദാഹമായിരുന്നു കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ വെള്ളമാണ് വേണ്ടത്. കടി കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ വേണ്ടേ. അപ്പം നല്ലതുപോലെ വെള്ളം കുടിച്ചു. പിന്നെ നോമ്പ് മുറിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നത് പോലെ ക്ഷീണം ഉണ്ടാവും. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി ഫുഡ് കഴിക്കൽ വയ്യ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചിന് ആദ്യം ഡ്രൈ നട്ട്സൊക്കെ അങ്ങനെ കഴിച്ചു. ഇതൊക്കെ ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് എനിക്ക് തോന്നി. എല്ലാത്തിൻ്റെയും ഡ്രൈ നട്ട്സാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കളിയിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നെ അങ്ങനെ ഞാൻ നെയ്ച്ചോറാട്ടോ കഴിക്കുന്നത്. എനിക്ക് നെയ്ച്ചോറ് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറ് തന്നെ കഴിച്ചത്. പിന്നെ അനിയനും ഫാമിലിയൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ പിറകെ തന്നെ നമ്മളും പോവുകയാണ്. പിന്നെ ഒരു ദിവസം അവിടെ വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.